ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. 80-90 കാലഘട്ടങ്ങളിൽ റോഡുകളെ അടക്കിവാണ 2 സ്ട്രോക്ക് ബൈക്കുകൾക്ക് ശേഷം യമഹ പുറത്തിറക്കിയ ഒരു 4 സ്ട്രോക്ക് ബൈക്ക്. ഞാൻ പറഞ്ഞു വരുന്നത് RX100, RD 350 തുടങ്ങിയ ബൈക്കുകൾക്ക് ശേഷം യമഹ പുറത്തിറക്കിയ 4 സ്ട്രോക്ക് ബൈക്കായ YBXനെ പറ്റിയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത് യമഹയുടെ YBX 125cc ആണ്. എൻ്റെ സുഹൃത്തായ ശ്രീലാലിൻ്റെതാണ് വണ്ടി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചെറുപ്പകാലത്ത് തന്നെ എനിക്ക് ഈ വണ്ടികളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ വീട്ടിൽ തന്നെ അച്ഛനൊരു ലോറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലൊരു വണ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വണ്ടികളെ ഞാൻ വല്ലാണ്ട് ഇങ്ങനെ ശ്രദ്ധിക്കലുണ്ടായിരുന്നു. അങ്ങനെ ഈ ബൈക്ക് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിക്കുന്ന സ്കൂളിലെ ഒരു അധ്യാപകൻ്റെ കയ്യിലാണ് ഈ വണ്ടി ഞാൻ കാണുന്നത്. ഈ വണ്ടി അന്ന് ശ്രദ്ധിക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് മറ്റധ്യാപകരുടെ കയ്യിലൊക്കെ കൂടുതലായിട്ടുള്ള ഹീറോ ഹോണ്ടയുടെ വണ്ടികളായിരുന്നു. സ്പ്ലെൻഡർ, CD100 അങ്ങനെ അവരുടെ ഹീറോ ഹോണ്ട കമ്പനിയുടെ വണ്ടികളാണ് അവരൊക്കെ ഉപയോഗിച്ചത്. പിന്നെ 1-2 ബജാജ് കമ്പനിയുടെ ബൈക്കുകളുണ്ടായിരുന്നു. ആ വണ്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വണ്ടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഈ വണ്ടിയാണ്. അതിൻ്റെ ഒരു സ്റ്റൈലും ഇതിൻ്റെ ഒരു സൗണ്ടും ആ കാര്യങ്ങളൊക്കെ. പക്ഷേ അത് ചെറുപ്പകാലത്തിൽ അങ്ങനെ അങ്ങ് പോയി. പിന്നെ കുറേ കാലത്തിന് ശേഷം ഞാൻ ഒരു +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി പഠിക്കാൻ വേണ്ടി കോയമ്പത്തൂരാണ് പോകുന്നത്. കോയമ്പത്തൂർ ഫസ്റ്റ് ഇയർ വരെ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിച്ച് സെക്കൻഡ് ഇയറിൽ ഞങ്ങൾ റൂമൊക്കെ എടുത്ത് ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് റൂമൊക്കെ എടുത്ത് പുറത്ത് താമസിക്കുന്ന ആ ഒരു സമയത്താണ് എല്ലാവരും വണ്ടികളൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി. കൂട്ടുകാരൊക്കെ പല വിധത്തിലുള്ള വണ്ടികളുണ്ട്. അതിൽ പൾസർ, കരിസ്മ, RXൻ്റെ കുറേ വണ്ടികൾ, യമഹേൻ്റെ തന്നെ RX100 2 സ്ട്രോക്ക് ആയിട്ടുള്ള ഒരുപാട് വണ്ടികൾ, പിന്നെ ആ കൂട്ടത്തിലാണ് YBX ഒക്കെ വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ് ഈ YBX എന്ന് പറഞ്ഞ വണ്ടി കൊണ്ടുവരുന്നത്. അവിടെ നിന്നാണ് ഈ വണ്ടി ശരിക്കും ഞാൻ അടുത്ത് കാണുന്നതും ഇതിലൊന്ന് റൈഡൊക്കെ നടത്തി നോക്കുന്നതും ഇതിനാദ്യമായിട്ട് ഓടിച്ചൊക്കെ നോക്കുന്നതൊക്കെ ആ ഒരു അവസരത്തിലാണ്. അന്ന് തന്നെ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പുറത്ത് താമസിക്കുന്നതുകൊണ്ട് തന്നെ ഒരു വണ്ടി സ്വന്തമാക്കണമെന്നുള്ളൊരാഗ്രഹം ഡിഗ്രി തലത്തിൽ നമ്മളൊരു കോളേജിലൊക്കെ പഠിക്കാൻ. അപ്പോൾ ആ ഒരു വണ്ടി നമുക്കും അവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണം എന്നൊക്കെയുള്ളൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ലോ ബഡ്ജറ്റിലുള്ള, അതായത് അവിടെ തന്നെ പഠിപ്പ് കഴിഞ്ഞിട്ട് അങ്ങ് കൊടുത്ത് കളയുക, അവിടുത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ മാത്രം മതി എന്നുള്ളൊരു കൺസെപ്റ്റോട് കൂടിയാണ് ബൈക്ക് വാങ്ങാൻ ഇറങ്ങി. അങ്ങനെ ലോ ബഡ്ജറ്റാണ് പ്രധാനമായിട്ട് നോക്കി. അങ്ങനെ ഒരു 10-14 ഉറുപ്പ്യക്ക് കിട്ടുന്നൊരു വണ്ടിയൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് അങ്ങനെ എനിക്ക് ആദ്യം കിട്ടിയ RX100 നല്ല വണ്ടിയായിരുന്നു. പക്ഷേ എങ്കിൽ നല്ല സൗണ്ട്, നല്ല പെർഫോമൻസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അത് മൈലേജ് വളരെ ഷോർട്ടേജ് ആയിരുന്നു. അപ്പോൾ അത് നമ്മളൊരു പോക്കറ്റ് മണീനെ വല്ലാണ്ട് ബാധിക്കാൻ തുടങ്ങി. ഒരു ഹോസ്റ്റൽ വിട്ട് പുറത്ത് താമസിക്കുമ്പോൾ അവിടുത്തെ ചിലവുകൾ, റൂം റെൻറ്റ്, അങ്ങനെ എല്ലാം കൂടി പോക്കറ്റ് മണിയായിട്ട് കിട്ടുന്ന പൈസയിൽ നിന്ന് ഈ ഒരു വണ്ടിക്ക് എണ്ണയടിക്കലൂടെയൊക്കെ ബുദ്ധിമുട്ടായിട്ടൊക്കെ വന്ന് അങ്ങനെയാണ് പിന്നെ ഒരു 4 സ്ട്രോക്ക് വണ്ടി തന്നെ വേണമെന്നുള്ളൊരു ഒരു ഇഷ്ടം വരിക. അങ്ങനെയാണ് YBXനെ കുറിച്ച് അന്വേഷിച്ച് YBX ശരിക്കും കിട്ടുന്നു. ഈ വണ്ടി ഞാനൊരു 2010 എടുക്കുന്നത്. സെക്കൻഡ് ഹാൻഡായിട്ട് എടുത്തൊരു വണ്ടിയാണിത്. അങ്ങനെ ഒരു 2010 എടുത്ത് പിന്നെ കുറച്ച് കാലം ഉപയോഗിച്ച് ഇതിന് കുറച്ച് കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാൻഡ് ആയതുകൊണ്ട് കുറച്ച് വണ്ടീൻ്റെ ഒരു കണ്ടീഷൻ അത്ര നല്ലതൊന്നല്ലായിരുന്നു. അങ്ങനെ ഒരു 2011 അങ്ങനെയാണ് ഈ വണ്ടി ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിലൊന്ന് മെയിൻ്റനൻസ് ചെയ്തിട്ട് സ്മൂത്തായിട്ട് ഇത് തന്നെ കുറേ കാലം ഉപയോഗിക്കണമെന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ശരിക്ക് പണിയുന്നത്. അങ്ങനെ ഒരു ഏകദേശം ഒരു 30,000 രൂപേൻ്റെ അടുത്ത് ഞാൻ ഈ വണ്ടിയിൽ വർക്കിന് വേണ്ടി മാത്രം കയറ്റിയിട്ടുണ്ട്. ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ പാർട്സുകളും പുതിയ തന്നെ വാങ്ങിയിട്ട് അങ്ങനെ പിന്നെ എൻജിൻ്റെ കുറച്ച് റിഫൈൻമെൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പിസ്റ്റണൊക്കെ ചെറിയ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാൻഡ് വണ്ടീൻ്റെ. അതെല്ലാം ഒന്ന് പുതിയതാക്കി മാറ്റി, ഈ ഹാൻഡിൽ ബാറൊക്കെ ഒന്ന് മാറ്റി, പിന്നെ ഈ പെയിൻറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു, പിന്നെ ബേക്കിലെ റിമ്മിൻ്റെ സൈസൊക്കെ ഒന്ന് കുറച്ചു. അങ്ങനെയുള്ള ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് അല്ലാണ്ട് ഒരു എക്സ്ട്രാ ആയിട്ടുള്ള വേറെ കാര്യമായിട്ടൊന്നും നടത്തിയിട്ടില്ല. ഈ ക്ലച്ച് പവറൊക്കെയാണ് മെയിനായിട്ടുള്ളൊരു എൻജിനിൽ മോഡിഫിക്കേഷൻ വരുത്തിയത് ഒരു കാര്യം. പിന്നെ ഈ വണ്ടി ഇപ്പോൾ ഞാനൊരു ഏകദേശം ഒരു 2011 മുതൽ ഇപ്പോൾ 2020 ഈ കൊല്ലം വരെ ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ്. അതിൽ എൻ്റെ ഒരു ഈ വണ്ടിയായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റിൽ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസിനൊക്കെ ഭയങ്കര സ്മൂത്തായിട്ടുള്ളൊരു വണ്ടിയാണ്. യാതൊരു വിഷയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. അത്യാവശ്യം നമുക്ക് വേണ്ട മൈലേജ് കിട്ടും, നല്ല പവറും ഉണ്ട്. പിന്നെ മെയിൻ്റനൻസ് വളരെ എന്താ പറയുക കുറവാണ്. അതായത് അടിക്കടി നമ്മളൊരു വർക്ക്ഷോപ്പ് പോകേണ്ട ആവശ്യം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. മെയിനായിട്ട് ഞാൻ പിന്നെ ഈ ഇടക്കാലത്ത് ചെയ്യുന്നൊരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഓയിൽ ചേഞ്ച്, പിന്നെ ബ്രേക്കിൻ്റെ ഷൂകൾ മാറ്റുക, അങ്ങനെയുള്ള ചില മെക്കാനിക്കൽ വർക്കുകളെന്നല്ലാണ്ട് ഇതിൽ വേറെ കാര്യമായിട്ടൊരു പണിയൊന്നും എനിക്ക് വന്നിരുന്നില്ല. ഒരു മേജറായിട്ട് പിന്നെ ഒരു പ്രശ്നം വരുന്ന അപ്പോൾ വെച്ചാൽ 2018 അങ്ങനെയാണ്. 18 ഇതിൻ്റെ ഒരു എൻജിൻ്റെ ഒരു പിസ്റ്റണ് രണ്ടാമത് കംപ്ലൈൻ്റ് ആകാനൊക്കെ തുടങ്ങി.
അപ്പോൾ ആ ഒരു അവസരത്തിൽ പിന്നെ ചെറിയ അല്ലാത്ത ചെറിയ ഇഷ്യൂസ് പിന്നെ കോയിലിനൊക്കെ വരാനൊക്കെ തുടങ്ങി. ആ ഒരു ഘട്ടത്തിൽ ഏകദേശം 2019 അങ്ങനെ ഈ വണ്ടിയുടെ ഒരു റിന്യൂവൽ വരുന്നു. അപ്പോൾ അവർ ഒന്നുകൂടെ 2018 അങ്ങനെ വീണ്ടും ആ ഒരു പ്രോബ്ലംസൊക്കെ പരിഹരിച്ച്, അതായത് എൻജിൻ്റെ ആ ഒരു പ്രശ്നങ്ങളും പിന്നെ അങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള പ്രോബ്ലംസൊക്കെ പരിഹരിച്ച് 2019 ഇതിൻ്റെ റിന്യൂവൽ നടക്കുന്നത്. ഇപ്പോൾ ഇത് വളരെ സ്മൂത്തായിട്ടുള്ള ഒരു വണ്ടിയാണ്. ഈ വണ്ടിയുടെ ഒരു ടെക്നിക്കൽ ഡീറ്റെയിൽസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു എൻജിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ, ഇത് 125cc കാറ്റഗറിയിൽ വരുന്നൊരു വണ്ടിയാണ്. അതായത് ഇതിൻ്റെ എൻജിൻ എന്ന് പറയുന്നത് 125cc. ഇതിൻ്റെ ഒരു BHP എന്ന് പറയുന്നത് 11 BHP ആണ് ഈ വണ്ടി. അത് 8000 RPM. ഇതിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് ഒരു 11 Nm ആണ്. അത് 6500 RPM. ഈ വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് കിക്ക് സ്റ്റാർട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ഗിയർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് 4 സ്പീഡാണ്. ഇതിൻ്റെ പെർഫോമൻസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് ഇനീഷ്യൽ പുള്ളിങ് നല്ലോണമുള്ളൊരു വണ്ടിയാണ്. അതായത് ഒരു 0 to 60 കിലോമീറ്റർ സ്പീഡ് വരെ വണ്ടി നല്ല സ്മൂത്തായിട്ട് അങ്ങ് റൺ ചെയ്യും. നല്ല ആക്സിലറേഷനാണ് 0 to 60. അത് കഴിഞ്ഞിട്ട് വരുന്നൊരു സ്പീഡ് എന്ന് പറയുന്നത് അത്ര ഒരു ഗ്രാജുവലായിട്ട് അങ്ങ് പവർഫുള്ളായിട്ട് അങ്ങ് വണ്ടി കയറില്ല. പക്ഷേങ്കിൽ വണ്ടീൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു 105 ആണ്. ഞാൻ ഇതുവരെ ആ ഒരു സ്പീഡിലൊന്നും വണ്ടി ഓടിച്ചിട്ടില്ല. ഒരു 90 വരെയൊക്കെ പിന്നെ വണ്ടിയുടെ ഒരു മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 50 to 60 നമുക്ക് മൈലേജ് ലഭിക്കുന്നത്. അതിൽ എനിക്ക് ഒരു 55 കിട്ടിയിട്ടുണ്ട്. അതാണ് എനിക്ക് കിട്ടിയൊരു മാക്സിമം മൈലേജ് എന്ന് പറയുന്നത് അതാണ്. പിന്നെ കുറച്ച് പവർഫുൾ ഒരു വണ്ടിയൊക്കെ ആയതുകൊണ്ട് ഓവറൊരു മൈലേജ് ലഭിക്കൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. ഈ വണ്ടിയുടെ ഒരു ജനറലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വെച്ചാൽ, അതായത് മറ്റ് പാർട്സുകൾ, ഇതിൻ്റെ ബ്രേക്ക് സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ, ഇതിൽ വരുന്നത് ടെലിസ്കോപ്പിക് ഫോർക്കാണ്. ഫ്രണ്ട് സൈഡിൽ വരുന്നത് ടെലിസ്കോപ്പിക് ആയിട്ടുള്ള ഫോർക്കാണ്. ബാക്കിൽ വരുന്നത് സ്വിംഗ് ആം സ്പൈറൽ ആയിട്ടുള്ള ഷോക്ക് സിസ്റ്റമാണ് വരുന്നത്. ഇതിൻ്റെ ടയറുകളെന്ന് പറയുന്നത് 130 Nm ഡ്രമ്മുകളാണ്, ഡ്രം ബ്രേക്കുകളാണ് ഈ വണ്ടിക്ക് വരുന്നത്. പിന്നെ ഒരു വീൽ സൈസ് എന്ന് പറയുന്നത് 18 ഇഞ്ചാണ്. മുന്നിൽ 275 18 ബാക്കിൽ 300 18. ഈ വീൽ ബേസ് എന്ന് പറയുന്നത് 1250 mm ആണ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 145 mm ആണ് വരുന്നത്. ഫ്യൂവൽ ടാങ്കിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് 11 ലിറ്ററാണ്. ഇതിലുള്ള ഒരു റിസർവേഷൻ എന്ന് പറയുന്നത് 1.5 ലിറ്ററാണ് റിസർവേഷനായിട്ട് ഇതിലുള്ളത്. ടു സ്ട്രോക്ക് സീരീസിലുള്ള വണ്ടി കഴിഞ്ഞ ശേഷം യമഹ ആദ്യമായിട്ട് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന ഒരു 4 സ്ട്രോക്ക് ബൈക്കാണ് YBX എന്ന് പറയുന്നത്. YBX ശരിക്കും 3 മോഡലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ മോഡൽ എന്ന് പറയുന്നത് 1998. അതിൻ്റെ ശരിക്കുള്ള യമഹ YBX എന്ന് മാത്രമായിരുന്നു അതിൻ്റെ പേര്. പിന്നീട് അതൊന്നുകൂടി റിഫൈൻ ചെയ്ത് ഒന്നുകൂടി പരിഷ്കരിച്ചൊക്കെ ആ കമ്പനി തന്നെ ഇറക്കുന്നുണ്ട് 2000. അത് രണ്ടാമത്തെ ഒരു മോഡലായിട്ട്. അതിൽ ചെറിയ ഗ്രാഫിക്സിലൊക്കെയുള്ള വ്യത്യാസങ്ങൾ, ചെറിയ എൻജിൻ പാർട്സുകളിലെ വ്യത്യാസങ്ങൾ അതൊക്കെയാണ് വന്നത്. അത് ആദ്യത്തെ മോഡലായിട്ടുള്ള മേജറായിട്ടൊരു വ്യത്യാസം എന്ന് പറയുന്നത് ആദ്യത്തേനേക്കാട് കുറച്ചുകൂടി പൊല്യൂഷൻ കുറവും, പിന്നെ എന്താ വെച്ചാൽ സൗണ്ടിലൊക്കെയുള്ള കുറച്ചുകൂടി കുറവായിട്ടൊക്കെയാണ് ഇറക്കി. പിന്നെ അത് ഒന്നുകൂടി ഒരു മോഡലാക്കിയിട്ട് 2001 ഒരു മോഡൽ കൂടി ഇറക്കി. അതിൻ്റെ കൂടെയാണ് ഈ സ്റ്റിക്കറിൻ്റെ കൂടെ YBX 125 എന്നൊക്കെ പറഞ്ഞ് പുതിയ സ്റ്റിക്കറിങ്ങോ ഇൻഡിക്കേറ്റർ സിസ്റ്റം ഒക്കെ ആയിട്ട് വണ്ടി വരുന്നത്. ശരിക്കും ഈ 2014 ഈ വണ്ടി വാങ്ങിയ ശേഷം ഞാൻ പിന്നെ ഒരുപാട് തവണ ഇത് ഉപയോഗിച്ച് യാത്ര ചെയ്തതെന്ന് വെച്ചാൽ കോയമ്പത്തൂരായിരുന്നു പഠിക്കുന്നത്. ആ കോയമ്പത്തൂരിൽ നിന്ന് വീട്ടിലേക്ക്, ഞാൻ കോഴിക്കോട് സ്വദേശിയാണ്, അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് സ്ഥിരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ കോളേജ് ലൈഫ് തീരുന്നവരെ ഈ വണ്ടിയിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കോയമ്പത്തൂർ ഊട്ടിയൊക്കെ അടുത്തടുത്തുള്ള ഒരു സ്ഥലമാണ്. ഊട്ടി നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസൊക്കെ ആയിട്ടുള്ള സ്ഥലമല്ലേ. അപ്പോൾ ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി ഒരുമിച്ച് ഊട്ടിയിലൊക്കെ പോകാറുണ്ടായിരുന്നു. അങ്ങനെ ലോങ് ആയിട്ട് പോയൊരു യാത്ര എന്ന് പറയുന്നത് ഊട്ടി പോയി, ഊട്ടിയിൽ നിന്ന് പിന്നെ കൊടൈക്കനാൽ പോയി, കൊടൈക്കനാലിന് പിന്നെ അതുവഴി കേരളത്തിലേക്ക് വന്ന് വയനാട് വഴിയൊക്കെ അങ്ങനെയൊക്കെ ലോങ് ആയിട്ടൊക്കെയുള്ള യാത്രകളൊക്കെ ഇതിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ഡ്രൈവിനൊക്കെ, നമ്മൾ ചെറിയ രീതിയിലുള്ള ലോങ് ഡ്രൈവിനൊക്കെ വളരെ അനുയോജ്യമായൊരു വണ്ടിയാണ്. അതായത് ഈ വണ്ടിക്ക് പൊതുവേ ഒരു വെയ്റ്റ്ലെസ് ആണ്, ഓവർ വെയിറ്റ് ഒന്നുമില്ല. പിന്നെ ഹാൻഡിലിങ് കപ്പാസിറ്റിയൊക്കെ നല്ല സുഖമാണ്. അപ്പോൾ നമുക്കൊരു ലോങ് ആയിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു ബാക്ക് പെയിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ വണ്ടിക്കില്ലായിരുന്നു. പിന്നെ റൈഡിങ്ങിനൊക്കെ നല്ല സുഖമുള്ളൊരു വണ്ടിയാണ്, ഒരു സ്മൂത്താണ്. ആവശ്യത്തിന് പുള്ളിങ് ഒക്കെ ഉണ്ട്.
125cc ആണ്, നല്ല പുള്ളിങ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു അതായത് ഒരു ക്ഷീണം, ഒരു ഓവറായിട്ടുള്ളൊരു ടയേർഡ്നെസ്സോ ഒന്നും ഈ വണ്ടിയിൽ അനുഭവപ്പെടുന്നില്ല. പിന്നെ ഒരു മൈലേജ് എന്ന് പറയുന്നത് ഈ വണ്ടിക്ക് കമ്പനി ഒരു 60 മൈലേജ് ഒക്കെയാണ് പറയുന്നത്. പക്ഷെ എനിക്ക് എൻ്റെ ഒരു പണിയൊക്കെ എടുത്ത് ആ ഒരു വണ്ടി ഒരു കണ്ടീഷനാക്കിയുള്ള അവസ്ഥയിൽ ഒരു 55 മൈലേജ് ഒക്കെ കിട്ടിയിരുന്നു. ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്തില്ല, കുറച്ച് കാലമായിട്ട് ഇങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഏതായാലും ഒരു 50 എന്തായാലും ഷുവറായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അത്യാവശ്യം ഒരു ഇക്കണോമി ലെവലിലുള്ള പവറുള്ള ഒരു വണ്ടി തന്നെയായിരുന്നത്. പക്ഷേ ഇത് 2011 ഒരു പ്രൊഡക്ഷൻ നിർത്തിക്കൊണ്ടുള്ളൊരു എന്ന് വെച്ചാൽ ഇനി ഇതൊരാൾക്ക് വാങ്ങാനുള്ളൊരു അവസരമില്ല ഈ വണ്ടി. ഇത് ഇറങ്ങിയ സമയത്ത് തന്നെ ഇത് അത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഈ വണ്ടി തന്നെ ഞാൻ ഇങ്ങനെ ഒരു വർക്കൊക്കെ ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ഒരുപാട് ആൾ ഇത് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു YBX കൂടി ഞാൻ എടുത്തിരുന്നു. ആ വണ്ടി ഞാൻ കൊടുത്തു കളഞ്ഞു. പിന്നെ ഒന്ന് മതി എന്നുള്ളൊരു തീരുമാനത്തിൽ ഇതിങ്ങനെ നിർത്തിയിട്ട് ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകാൻ. ഈ അടുത്ത ദിവസമാണ് ഇതിൻ്റെ ഒരു റിന്യൂവലൊക്കെ ഞാൻ ചെയ്ത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്ന ഒരു 2024 വരെ ഈ വണ്ടി എനിക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. യമഹ YBXനെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ ഞങ്ങൾ റിവ്യൂ ചെയ്ത് നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന വാഹനങ്ങളുടെ പേര് വിവരങ്ങൾ ഇതിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. ബൈ.